ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് മിമിക്രിയാണ്. 3 പോയിന്റ്സിലൂടെയാണ് ഈ ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളത്. 1, എന്താണ് മിമിക്രി. 2, എൻ്റെ അനുഭവം. 3, മിമിക്രി പഠിക്കാൻ പറ്റുമോ പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 1, എന്താണ് മിമിക്രി. മിമിക്രി എന്ന് പറയുന്നത് ഒരു കലയാണ്. സംഭവം ഈ പാട്ട്, ഡാൻസ് പോലെ അത് പല ആൾക്കാർക്കും പാട്ട് പാടാനുള്ള കഴിവുള്ള ആൾക്കാരുണ്ടാവും, ഡാൻസ് കളിയുള്ള കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ശബ്ദാനുകരണം എന്ന് പറയുന്നത് ഒരു കലയാണ്. മിമിക്രി എല്ലാവരെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന സംഭവമല്ല. ചില ആൾക്ക് ജന്മനാ കിട്ടുന്ന ഒരു കഴിവാണ്, ചില ആൾ പഠിച്ചെടുക്കുന്ന ഒരു കലയും കൂടിയാണ് മിമിക്രി പലതരത്തിലുണ്ട്. എന്താ പറയുക, ഇപ്പം ആനിമൽസിന് സൗണ്ട്സ്, പിന്നെ നാച്ചുറൽ കുറച്ച് സൗണ്ട്സ്, ട്രെയിൻ, അങ്ങനത്തെ സൗണ്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഹ്യൂമൻസ്, നമ്മുടെ മനുഷ്യന്മാരെ സൗണ്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സപ്പോസ് നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ സൗണ്ട് അനുകരിച്ച് കളിയാക്കാരൊക്കെ ഉണ്ടല്ലോ, അതും ഒരു തരം മിമിക്രിയാണ്. മിമിക്രി എന്ന് വെച്ചാൽ കളിയാക്കൽ, ഒരു തരം കളിയാക്കൽ പോലെയാണ് സംഭവം. നമ്മളിപ്പോൾ ഒരു വോയിസ് നമ്മൾ കേട്ട് പഠിക്കുന്നു, മത്സരിച്ച് കരയുന്നല്ല. ഓക്കെ, ഉദാഹരണം, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സൗണ്ട് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അതിപ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആവും അല്ല ഇല്ലയോ എന്നുള്ളത് നോക്കാറില്ല. അപ്പോൾ ആ ഒരു അനുകരണം ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ സൗണ്ട് ഇപ്പോൾ കളിയാക്കുന്നുണ്ടെങ്കിലും അതും സൗണ്ട് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അതൊരു മിമിക്രിയാണ് സംഭവം. അത് പ്രാക്ടീസ് ചെയ്ത് നമുക്കത് മെച്ചപ്പെടുത്താൻ പറ്റും ആ ഒരു സംഭവം. അതാണ് മിമിക്രി എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ശബ്ദാനുകരണമാണ്. നമുക്ക് പാട്ട്, ചിലപ്പോൾ സിംഗേഴ്സിൻ്റെ സൗണ്ട് എടുക്കുന്നതിന് പാട്ട് പാടുന്ന പോലെ അനുകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു മിമിക്രിയാണ്. പിന്നെ നമ്മൾ ട്രെയിന്, പിന്നെ പട്ടി, പൂച്ച, അതുപോലത്തെ നാച്ചുറൽ സൗണ്ട്, മൃഗങ്ങളുടെ സൗണ്ട്, അതൊക്കെ അതൊക്കെ മിമിക്രിയിൽ പെടുന്ന സംഭവമാണ്, ശബ്ദാനുകരണമാണ്. മിമിക്രി കാരണം ജീവിതം തന്നെ മാറ്റിമറിച്ച പല അനുഭവങ്ങളുണ്ട്. പല ആൾക്കാരുടെ ജീവൻ തന്നെ മാറിയിട്ടുണ്ട്. അതായത് മിമിക്രി കാരണം ഗിന്നസിൽ വരെ എത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. മിമിക്രിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. നമുക്കത് ഒരു മിമിക്രി ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മിമിക്രിയെ പറ്റി പഠിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ പാട്ട്, ഡാൻസൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഒരു കലയാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മിമിക്രി ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിരന്തരം അതുപോലത്തെ മിമിക്രിയുടെ വീഡിയോസും, പിന്നെ ഒരു വ്യക്തിയുടെ സൗണ്ടാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഫോക്കസ് ചെയ്ത് കേട്ടാണ് നമ്മൾ പഠിക്കുന്നതൊക്കെ. മിമിക്രിയെ പറ്റി ഫോക്കസ് ചെയ്താൽ കറക്റ്റ് നമുക്കത് ആ ഒരു കഴിവ് നമുക്ക് കിട്ടും, നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും പ്രാക്ടീസ് ചെയ്താൽ. ഇനി രണ്ടാമത്തെ പോയിന്റ്, എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു 7-8 ക്ലാസ് ആ ഒരു സമയത്ത് തൊട്ടേ ഞാൻ ഈ മിമിക്രി എന്ന സംഭവം ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങിയത് കുറച്ച് കാലമായിട്ടുള്ളൂ. കാരണം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, ചുരുക്കം ചില ഫ്രണ്ട്സുകൾ മാത്രമേ അറിയൂ ഞാൻ മിമിക്രി ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ മുമ്പേ ചെയ്യുന്നുള്ളതാണ്. കാരണം ഞാൻ വീഡിയോസ്, പല പ്രോഗ്രാമുകളും, പിന്നെ പല ഭാഷയിലുള്ള പ്രോഗ്രാമുകളും, TV ഷോസൊക്കെ കണ്ട് മൊബൈലിൽ കണ്ട് യൂട്യൂബൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം പഠിക്കുന്നുള്ളത്, ഇതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കൂടുന്നുള്ളത്. ചില ആൾക്കാർ പണ്ടേ ഫുട്ബോൾ കളി കാണും, ചില ആൾക്കാർ ഗെയിമിൽ അഡിക്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ ഈ സോഷ്യൽ മീഡിയ, ഈ ഒരു മിമിക്രി ചെയ്യുന്ന ഇതിലൊക്കെ ഭയങ്കര ഫോക്കസ് ആയിരുന്നു. വീഡിയോസ് അടിക്കടിക്ക് കണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിലോട്ടൊരു ഇൻട്രസ്റ്റ് കൂടിയതും ഈ ഒരു മിമിക്രി പഠിക്കാനിടയായതും. കാരണം ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നുള്ളൊരു സംഭവമാണ്. ഒരു 7-8 ക്ലാസ് മുതലേ ഞാനിത് ചെയ്യുന്നുണ്ട് സംഭവം. ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ കാണുന്നുള്ളതെന്ന് പറയും. ഓക്കെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അധ്യാപകൻ്റെ സൗണ്ട്, പിന്നെ 1-2 ടീച്ചേഴ്സിൻ്റെ ഒക്കെ സൗണ്ട്, പിന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സിൻ്റെ ഒക്കെ സൗണ്ടൊക്കെ ഞാൻ അനുകരിക്കുമായിരുന്നു. എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. പെർഫെക്റ്റ് ആവണം എന്നില്ല, നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പിന്നെ അനുകരിക്കുന്നുണ്ട് എന്നുള്ളതിലാണ് കാര്യം. ഇപ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആണ്, ഒരാളുടെ ശബ്ദം പോലെ ഒരാൾക്ക് ഉണ്ടാവും, അതേപോലെ ഡിറ്റോ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രത്തോളം കഴിവുണ്ട് എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നുള്ളത്. അപ്പോൾ അത്രത്തോളം കഴിവ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടക്കകാലത്ത് നമുക്ക് അത്രത്തോളം കഴിവുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം തൊട്ടേ ചെയ്യുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ മാഷ്മാരുടെ, സ്കൂൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സൗണ്ട് ഞാൻ അനുകരിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്ത് പഠിക്കുന്നുള്ളത് സംഭവം. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു മിമിക്രി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് തന്നെ 1 മാസം അങ്ങനെ എങ്ങാണ്ടോ ആയി. കാരണം ഞാൻ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ അപ്ലോഡ് ചെയ്യാറുള്ളൂ, ഡെയിലി ചെയ്യാറില്ല. കാരണം മിമിക്രി ഫോക്കസ് ചെയ്യുന്ന പല ആൾക്കാരും, മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ നിരന്തരം ഓരോ ടോപ്പിക്സ് ട്രെൻഡിങ് വരുമ്പോഴും, അല്ലെങ്കിൽ സാധാരണ ഓരോ ടോപ്പിക് കണ്ടന്റ് ഉണ്ടാക്കി മിമിക്രി ചെയ്യുന്നുണ്ട്. ഈ ഒരു മിമിക്രി എന്ന കല കണ്ടന്റിലൂടെ നമുക്ക് സോഷ്യൽ മീഡിയ നമുക്ക് കാണാറുണ്ട്. ഡെയിലി അപ്ലോഡ്സ് ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ വീക്കിലി 2-3 അങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഫണ്ണി കണ്ടന്റ്സും എൻ്റെതായ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ തിരക്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഞാൻ ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അതെനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പല പുതിയ സൗണ്ട്സ് പഠിച്ച് വരുന്നുണ്ട്. ഏകദേശം ഞാൻ എൻ്റെ ലിസ്റ്റിൽ തന്നെ ഒരു 10-72ഓളം വോയിസ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല, അതിൽ പല വോയിസും 1-2 പ്രാവശ്യമൊക്കെ എടുത്ത് വെച്ച് അങ്ങനത്തെ ഇതാണ്. നിരന്തരം ചെയ്യുന്ന വോയിസസ് അല്ല. അപ്പോൾ എന്നാലും പെർഫെക്റ്റ് ആകുന്ന കുറച്ച് വോയിസുകളൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ മിമിക്രി എന്ന് ഇപ്പോൾ മനസ്സിലായില്ല. മിമിക്രി ആർട്ടിസ്റ്റുകൾ എല്ലാ വോയിസും നമ്മൾ ട്രൈ ചെയ്യും. സാധാരണ മിമിക്രി ചെയ്യുന്ന ആൾക്കാരൊക്കെ പല വോയിസും, കേൾക്കുന്ന വോയിസൊക്കെ ട്രൈ ചെയ്യും. പക്ഷെ അത് കിട്ടുന്നത് സെറ്റാവുന്ന മാത്രം നമ്മൾ ലിസ്റ്റിലിടാറുള്ളൂ, ചെയ്യാറുള്ളൂ മെയിനായിട്ട്.
അപ്പോൾ അതുപോലെ ഞാൻ എപ്പോഴും വീഡിയോസ് ചെയ്യാറില്ല, എപ്പോഴെങ്കിലേ ചെയ്യാറുള്ളൂ. എപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റീച്ചായി പോയേനെ. ഇനി മുതൽ ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതിനു ശേഷമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ചേ വീഡിയോ ഇടുന്നുള്ളൂ എങ്കിലും എനിക്ക് കുറച്ച് മിമിക്രി ചെയ്യുന്ന കുറച്ച് മിമിക്രിയിലൂടെ തന്നെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളെ എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ അതിലൊരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ അമൃത ടി വിയിൽ എത്തുന്നുള്ളത്. അവിടെ അമൃത ടി വിയിലുള്ള ഗ്രൂമറായിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് തന്നു. അങ്ങനെ ഡയറക്റ്റ് ഓഡിഷൻ ഒന്നും ഇല്ല, ഡയറക്റ്റ് എൻ്റെ വീഡിയോസ് അയച്ച് കൊടുത്ത് അങ്ങനെ ഡയറക്റ്റ് സെലക്ട് ആയതാണ് അമൃത ടി വിയിലേക്ക്. അങ്ങനെയാണ് എൻ്റെ അമൃത ടി വിയിലുള്ള ഇത് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് അമൃത ടി വിയിൽ എത്തുന്നുള്ളത്, എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. സെക്കൻഡ്, ഞാൻ വെറൈറ്റി മീഡിയയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ 1-2 ഇൻ്റർവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ച് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. അപ്പോൾ മിമിക്രി ഒന്നുകൂടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ ഇതാണ് മിമിക്രി. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഇനി ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എന്തായാലും ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല, വലിച്ചു നീട്ടില്ല. മിമിക്രിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാടുണ്ട് പറയാൻ. അത് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഞാൻ എങ്ങനെയാണ് മിമിക്രി ഓരോ സൗണ്ട് പഠിക്കുന്നുള്ളത്, പഠിച്ചു വന്ന കാര്യങ്ങളും ഓരോ വ്യക്തിയുടെ സൗണ്ട് എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് വേറെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ 3ാമത്തെ പോയിന്റിലോട്ട് പോകാം. മിമിക്രി പഠിക്കാൻ പറ്റുമോ പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് മിമിക്രി പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം, അതിനെപ്പറ്റി സംസാരിക്കാം. ഞാൻ ഈ പറയുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോ റെഫർ ചെയ്തിട്ടോ അല്ല വേറെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടോ അങ്ങനെയൊന്നും അല്ല, ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞു തരുന്നുള്ളത്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. മിമിക്രി പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ മിമിക്രി പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പാട്ട് കേട്ട് നമ്മൾ കൂടെ പാടിയൊക്കെ നമ്മൾ പാട്ട് പഠിക്കാറില്ലേ, അതുപോലെ ഡാൻസ് നമ്മൾ കളിച്ച് ഓരോ പ്രാക്ടീസ് ചെയ്തൊക്കെ ഡാൻസ് ഇതാക്കാറില്ല. അതുപോലെ തന്നെയാണ് മിമിക്രി. നമുക്ക് നിരന്തരം പ്രാക്ടീസിലൂടെ നമുക്ക് ഈ ഒരു കഴിവും നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ചില ആൾക്ക് ജന്മന കിട്ടുന്ന ഒരു കഴിവാണ്, ചില ആൾക്കാർ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പ്രാക്ടീസ് ചെയ്താണ് നമുക്ക് ഈ ഒരു മിമിക്രി എന്ന കഴിവിനെ നമുക്ക് ഒന്നും കൂടി സെറ്റാക്കി എടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പം മിമിക്രി പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പഠിക്കാൻ പറ്റും, തീർച്ചയായും പഠിക്കാൻ പറ്റും. ആർക്കായെങ്കിലും മിമിക്രി പഠിക്കാൻ പറ്റും. ചെറിയ ആളായാലും ശരി, വലിയ ആളായാലും ശരി, മിമിക്രി നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ ചെറിയൊരു കുട്ടിക്ക് വലിയ ആളുടെ ഒരു സൗണ്ട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ദാറ്റ്സ് ഇമ്പോസിബിൾ. കാരണം വലിയ ആൾക്കാരുടെ സൗണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാ സൗണ്ട്സും അല്ല, ചില സൗണ്ട്സ് എടുക്കാൻ പറ്റുമായിരിക്കും. കാരണം പല ബാസ് കൂടിയ സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ അത് പറ്റില്ലല്ലോ. അതേപോലെ പല സൗണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും പല കുട്ടികളും, ചെറിയ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ഉമ്മൻചാണ്ടിയുടെ സൗണ്ടും പിന്നെ പിണറായി വിജയൻ സാറിൻ്റെ സൗണ്ടൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പെർഫെക്ഷൻ ആവണമെന്നില്ല, അതൊരു കലയാണ് മിമിക്രി. നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു സംഭവം, അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അത് ഒരു പെർഫെക്ഷനിലോട്ട് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതാണ് സംഭവം. നമുക്ക് പല സൗണ്ട്സും പ്രാക്ടീസ് ചെയ്തിട്ടൂടെയും പല കോഡുകളിലൂടെ, അതായത് കോഡ് മീൻസ് ചില സൗണ്ട്സും ചില ആംഗ്യഭാഷയും ചില നമ്മൾ പറയുമല്ലോ, മിമിക്രി എന്ന് പറയുന്ന ഒരു ശബ്ദാനുകരണം മാത്രമല്ല, സംസാര ശൈലിയും കൂടിയാണ്. അതായത് ഒരാൾ സംസാരിക്കുന്ന വേരിയേഷനും ചില സൗണ്ട്സിലുണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് അത് നമുക്കതൊരു മിമിക്രിയിലൂടെ പെർഫെക്ഷൻ ആക്കാൻ പറ്റും ആ ഒരു സംഭവം. ഇനി മിമിക്രി പഠിപ്പിക്കാൻ പറ്റുമോ? ഇത് കുറേ ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്, പഠിപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പഠിക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ. പക്ഷേ മിമിക്രി പഠിപ്പിക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. മിമിക്രി ഈ ഒരു വ്യക്തിയുടെ സൗണ്ട് നമുക്ക് ഈ ഒരു ചിരിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സൗണ്ടിലൂടെ ഈ ഒരു സംസാര ശൈലിയിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ള രീതിയിലൊക്കെ കുറേ ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട് യൂട്യൂബിലൊക്കെ. അപ്പോൾ അതുപോലെയാണ് മിമിക്രി നമുക്ക് പഠിപ്പിക്കാനും പറ്റും പഠിക്കാനും പറ്റും. അതായത് എല്ലാം പഠിക്കാൻ പറ്റും, നമുക്കൊരു 100% പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. കാരണം നമ്മൾ ഓരോ രീതിയിൽ ഓരോ പോയിന്റ്സും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. പക്ഷേ പഠിക്കുന്ന ആൾക്കും കൂടി ഉൾക്കൊള്ളാൻ പറ്റണ്ടേ ഈ ഒരു സംഭവം. നമ്മളിപ്പോൾ ഒരു ചിരി കാണിച്ച് ഒരു വ്യക്തിയുടെ ചിരി അതേപോലെ അനുകരിച്ച് കാണിച്ചു, അതേപോലെ ഇങ്ങനെ ഒരു സംഭവമാണ്, ഈ ഒരു ചെറിയ തൊണ്ടയുടെ ഈ ഒരു ഭാഗത്ത് സൗണ്ട് എടുക്കണം, അങ്ങനെ ഈ ഒരു ശൈലി കാണിച്ചു കൊടുത്താൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. പക്ഷേ ഇത് കേൾക്കുന്ന ആൾക്കും ഇതേപോലെ ഉൾക്കൊള്ളാൻ പറ്റണ്ടേ, ഇതേപോലെ തിരിച്ചനുകരിക്കാൻ പറ്റണ്ടേ എന്നുള്ളൊരു സംഭവം കൂടി നമ്മൾ നോക്കണം. കാരണം എല്ലാവർക്കും ഇത് അക്സെപ്റ്റബിൾ അല്ല. കാരണം മിമിക്രി ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. പല ആൾക്കാർ മിമിക്രി എവിടെ കണ്ട് അപ്പം സ്റ്റോപ്പ് ചെയ്ത് നോക്കും. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ എൻ്റെ ഒരു അനുഭവം എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നുള്ളത്. അല്ലാതെ വേറെ ഏതെങ്കിലും വീഡിയോ റെഫർ ചെയ്തിട്ടോ അല്ല, എന്താ പറയുക, വേറൊരുത്തന്നെ കോപ്പി അടിച്ചിട്ട് അങ്ങനെ നോക്കിയിട്ടൊന്നും അല്ല. എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ പല മിസ്റ്റേക്സും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളത് ആ ഒരു രീതിയിൽ തന്നെ കാണണം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സൗണ്ട് പഠിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്ടറിൻ്റെ സൗണ്ട്, ഇപ്പോൾ ഇന്നൊരു വ്യക്തിയുടെ സൗണ്ട്, ഇപ്പോൾ ഒരു ആസിഫ് അലിയുടെ സൗണ്ട് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ പിണറായി വിജയൻ സാറിൻ്റെ സൗണ്ട് എങ്ങനെ പഠിക്കാം, അതെങ്ങനെ പഠിപ്പിച്ച് തരണം എന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്ത് പഠിപ്പിച്ച് തരാം എന്നല്ല, ഞാൻ ശ്രമിക്കാം, വീഡിയോസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്കത് കണ്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം. പിന്നെ ഞാൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും കുറച്ച് ആൾക്കാരെ ആക്ടേഴ്സിൻ്റെ വോയിസൊക്കെ ചെയ്യാറുണ്ട്. കുറച്ച് ആക്ടേഴ്സിൻ്റെ കമൽഹാസൻ, വിജയ്, പിന്നെ രജനികാന്ത്, അങ്ങനെ കുറച്ച് ആക്ടേഴ്സിൻ്റെ ഒക്കെ സൗണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ തമിഴ് എനിക്ക് ഫ്ലുവൻ്റ് അല്ലെങ്കിൽ അത്യാവശ്യം അറിയാം തമിഴ്.
ഹിന്ദി അറിയുന്നതിനേക്കാൾ എനിക്ക് തമിഴ് അറിയാം. കാരണം തമിഴൊക്കെ ഞാൻ മിമിക്രി ചെയ്ത് ഓരോ ആക്ടേഴ്സിൻ്റെ ഡയലോഗ് പഠിച്ചൊക്കെയാണ്. പിന്നെ സിനിമ കണ്ടിട്ടാണ് കൂടുതൽ എനിക്ക് തമിഴ് അറിയുന്നത്. അല്ലാണ്ട് വേറെ തമിഴ് ട്യൂഷൻ ക്ലാസ്സിനോ അങ്ങനൊന്നും തമിഴ് ലാംഗ്വേജ് പഠിക്കാനേ പോയിട്ടില്ല. സംഭവം ഇത് തന്നെയാണ്, വീഡിയോ കണ്ടിട്ടും സിനിമ കണ്ടിട്ടൊക്കെയാണ് ഞാൻ ഈ തമിഴ് ലാംഗ്വേജ് തന്നെ പഠിക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു തന്നു മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെ ഏതെങ്കിലും ആക്ടേഴ്സിൻ്റെ വീഡിയോസ് വേണം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി മിമിക്രിയെ പറ്റി കൂടുതൽ സംസാരിക്കണം, കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.